നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് 1776 അമേരിക്ക ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് എന്ന്. 1783 പാരീസ് ഉടമ്പടിയോടെ ബ്രിട്ടൻ അത് അംഗീകരിച്ചു. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന അമേരിക്ക ഉണ്ടായിരുന്നില്ല. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്ത് ഈ കാണുന്ന 13 കോളനികളിൽ മാത്രമാണ് വെള്ളക്കാരായ അധിനിവേശകർ ഉണ്ടായിരുന്നത്. ഈ 13 കോളനികളുടെയും പടിഞ്ഞാറെ ഭാഗത്തുള്ള വിശാലമായ ഭൂമിയിൽ ജീവിച്ചിരുന്നത് റെഡ് ഇന്ത്യക്കാർ എന്ന് വിളിക്കപ്പെടുന്ന തദ്ദേശീയരായ മനുഷ്യരായിരുന്നു. അമേരിക്കയുടെ ഫ്ളാഗിൽ കാണുന്ന 13 നക്ഷത്രങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരങ്ങളിലുള്ള ഈ 13 കോളനികളെ പ്രതിനിധീകരിക്കുന്നു. അമേരിക്കയുടെ ദേശീയ പതാകയിലുള്ള ചുവപ്പും വെള്ളയും വരകൾ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നറിയാമോ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ. അതെ, അതേ വരകൾ, അതേ ഡിസൈൻ. അമേരിക്കൻ സ്ഥാപക പിതാക്കന്മാർ തന്നെ ഇത് പരസ്യമായി ന്യായീകരിച്ചു. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പതാക വ്യാപാരത്തിന്റെയും കടൽ ശക്തിയുടെയും പ്രതീകമാണ്. നമുക്കത് ആവശ്യമാണ്. അമേരിക്ക ജനിച്ചത് തന്നെ ഒരു കോർപ്പറേറ്റ് വ്യാവസായിക രാഷ്ട്രമായിട്ടാണ്, മുഖത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുദ്രയുമായി. നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളത് അമേരിക്കയിലെ വെള്ളക്കാർ സ്വാതന്ത്ര്യം ആവശ്യപ്പെടാൻ കാരണം ഭരണാവകാശങ്ങൾ നൽകാതെയുള്ള ബ്രിട്ടന്റെ അമിതമായ ടാക്സ് പിരിവാണ് എന്നാണ്. നോ ടാക്സേഷൻ വിത്തൌട്ട് റെപ്രസെന്റേഷൻ എന്ന മുദ്രാവാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എന്നാൽ വുഡി ഹോൾട്ടൺ, കോളിൻ ജി കാലവേ, റോബർട്ട് ജി പാർക്കിൻസൺ, പാട്രിക് ഗ്രിഫിൻ, റോയ് കാസഗ്രാൻഡെ പോലെയുള്ള ചരിത്രകാരന്മാർ പറയുന്നത് ബ്രിട്ടനെ ഒഴിവാക്കാൻ മറ്റൊരു കാരണവുമുണ്ട് എന്നാണ്. പുകയിലയും പരുത്തിയും അമിതമായി കൃഷി ചെയ്തു. ഇനി എങ്ങോട്ട് കൃഷി തുടരാൻ സാധിക്കില്ല എന്ന അവസ്ഥയിൽ 13 കോളനികളിലെയും മണ്ണിന്റെ സത്ത് നഷ്ടപ്പെട്ടിരുന്നു. ആഫ്രിക്കയിൽ നിന്നുള്ള അടിമകളെ ഉപയോഗിച്ച് ഫാം ലാൻഡുകൾ നടത്തിപ്പോന്നിരുന്ന വെള്ളക്കാരായ അധിനിവേശകർ ഫാമിംഗ് വ്യവസായം തുടരാനായി പടിഞ്ഞാറേ വശത്തുള്ള തദ്ദേശീയരുടെ വിശാലമായ ഭൂമിയിൽ കണ്ണുവച്ചു. എന്നാൽ 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടൻ തദ്ദേശീയരുമായി ഒരു ഉടമ്പടി എഴുതിയിരുന്നു. ഈ 13 കോളനികൾക്ക് പുറത്തേക്ക് വെള്ളക്കാർക്ക് പ്രവേശനമില്ല. ഈ കരാർ വെള്ളക്കാരായ അമേരിക്കക്കാർക്ക് തദ്ദേശീയരുടെ ഭൂമി കൈക്കൽ ആക്കാൻ ഒരു തടസ്സമായി മാറി. അവർ ഒരു തന്ത്രം പേറ്റി. ബ്രിട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ ഈ കരാർ വെറും ചീട്ടുമാത്രം. അധിനിവേശക്കാർ ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതോടുകൂടി ബ്രിട്ടീഷ് സൈന്യം പിൻവാങ്ങി. ഉടമ്പടി തകർന്നു. വെള്ളക്കാർ കൈയിൽ കോടാലിയുമായി പടിഞ്ഞാറോട്ട് നീങ്ങി. ലക്ഷ്യം തദ്ദേശീയരുടെ ഭൂമി കൈക്കലാക്കുക. ഇതായിരുന്നു അമേരിക്കയുടെ ആദ്യത്തെ വലിയ കൊള്ള. അമേരിക്ക സ്വതന്ത്രമായപ്പോൾ 1776 ശേഷം അവർക്ക് നേരിട്ട് ഇന്ത്യയുമായി വ്യാപാരം ചെയ്യാനുള്ള അവസരം കിട്ടി. ബോസ്റ്റണും ന്യൂയോർക്കും ഇന്ത്യൻ വസ്തുക്കളുടെ വ്യാപാരത്തിൽ നിന്ന് കൂറ്റൻ ലാഭമുണ്ടാക്കി. പ്രത്യേകിച്ച് ഇന്ത്യൻ കറുപ്പ്, ഒപ്പിയം ചൈനയിലേക്ക് കടത്തി അതിനു പകരം വെള്ളിയും സ്വർണവും അമേരിക്കക്കാർ നേടി. 18-ാം നൂറ്റാണ്ടിലെ അമേരിക്കയുടെ മൂലധനത്തിന് 2 പ്രധാന ഉറവകൾ. 1. പടിഞ്ഞാറൻ തദ്ദേശീയരുടെ മണ്ണ് കൈക്കലാക്കിയതിൽ നിന്നുള്ള ലാഭം. 2. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കറുപ്പ് വ്യാപാരത്തിൽ നിന്നുള്ള കൊള്ളലാഭം. 19-ാം നൂറ്റാണ്ടിൽ പുതിയ അമേരിക്കയിലേക്ക് യൂറോപ്പിൽ നിന്നും പല ഭാഷക്കാരായ വെള്ളക്കാരുടെ ഒരു കുത്തൊഴുക്ക് തന്നെ സംഭവിച്ചു. അവർ ചതിപ്രയോഗത്തിലൂടെയും കൂട്ടക്കൊലകളിലൂടെയും തദ്ദേശീയരായ അമേരിക്കൻ ഇന്ത്യക്കാരുടെ ഭൂമി കൈയടക്കി. 19-ാം നൂറ്റാണ്ടോടുകൂടി ഏകദേശം 75 കുറയ്ക്കുക 80% തദ്ദേശീയരായ അമേരിക്കൻ ഇന്ത്യക്കാർ കൊലയിലൂടെയും മനഃപൂർവ്വം പരത്തിയ രോഗങ്ങളിലൂടെയും മരണപ്പെട്ടു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. 1900 മുതൽ 1930 വരെയുള്ള കാലത്ത് തദ്ദേശീയ അമേരിക്കക്കാർക്കെതിരായ നേരിട്ടുള്ള കൂട്ടക്കൊലകൾ കുറവായിരുന്നു. എന്നാൽ 1918 സ്പാനിഷ് ഫ്ലൂ പകർച്ചവ്യാധിയിൽ 40,000 ഓളം നേറ്റീവ് അമേരിക്കക്കാർ മരിച്ചു. സർക്കാർ ബോർഡിംഗ് സ്കൂളുകളിൽ നിർബന്ധിതമായി പാർപ്പിച്ച 15,000-ത്തിലധികം കുട്ടികൾ രോഗബാധയിലും അശ്രദ്ധയിലും മരിച്ചു. ഭൂമി കവർന്നതിന്റെ പട്ടിണിയും പോഷകാഹാരക്കുറവും 10,000-കണക്കിന് മരണങ്ങൾക്ക് കാരണമായി. ചുരുക്കത്തിൽ 1900-1930 കാലഘട്ടവും ഒരു മന്ദഗതിയിലുള്ള വംശഹത്യ തന്നെയായിരുന്നു. 1930-കൾക്ക് ശേഷം 2ാം ലോകമഹായുദ്ധം ആരംഭിച്ചപ്പോൾ മറ്റൊരു മാറ്റവും അമേരിക്കയിൽ സംഭവിച്ചു. കോളനികളിലൂടെ 200 ഓളം വർഷം ചൂഷണം ചെയ്ത് ബ്രിട്ടൻ സമ്പാദിച്ച സമ്പത്തും സ്വർണവും എല്ലാം സുരക്ഷിത സ്ഥാനം എന്ന നിലയിലും ആയുധങ്ങൾ വാങ്ങാനായും അമേരിക്കയിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെ ബ്രിട്ടന്റെ ഗോൾഡ് റിസർവ് ഉൾപ്പെടെയുള്ള സമ്പാദ്യങ്ങൾ ഏകദേശം പരിപൂർണമായി അമേരിക്കയിലേക്ക് എത്തി. അതുമാത്രമല്ല, റോസ് ചൈൽഡ്, സാസൂൺ, ലാസാർഡ്,
സാമ്യുവൽ പോലെയുള്ള ബ്രിട്ടനിലെയും യൂറോപ്പിലെയും അതിസമ്പന്നരായ കുടുംബങ്ങൾ അവരുടെ പ്രധാന പ്രവർത്തന കേന്ദ്രം ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിലേക്ക് മാറ്റി. അങ്ങനെ രണ്ടാം ലോകം മഹായുദ്ധം കഴിഞ്ഞപ്പോഴേക്കും അമേരിക്ക ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായി മാറി. ബ്രെട്ടൻ വുഡ്സ് കരാറിലൂടെയും പെട്രോ ഡോളർ കരാറിലൂടെയും അമേരിക്കയുടെ സമ്പത്ത് പിന്നെയും 10 മടങ്ങ് വർദ്ധിച്ചു. അതേ പതാക, അതേ കൊള്ള. 1783 തദ്ദേശീയരുടെ ഭൂമി. 1800 ഇന്ത്യയുടെ സ്വർണം. 1945 ബ്രെട്ടൻ വുഡ്സ് കരാർ. 1971 ലോകത്തിന്റെ എണ്ണ. ഒരേ പാറ്റേൺ, ഒരേ ചൂഷണം. പതാക മാറിയില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരകൾ ഇപ്പോഴും അമേരിക്കയുടെ മുഖത്തുണ്ട്. ആ വരകൾ ഫിലഡൽഫിയയിൽ ജനിച്ചതല്ല. ജനിച്ചത് കൽക്കട്ടയിലും തദ്ദേശീയരുടെ മണ്ണിലുമാണ്.